ഒരു ഓവർ മസാലപ്പടം അല്ലാത്ത ഒരു തനിനാടൊരു മമ്മൂക്ക ഷോ പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. മമ്മൂക്കയെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ പ്രായമൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഫസ്റ്റ് കാണണമെന്നാണ്, ബിക്കോസ് ആരാധനയിലുപരി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് മഴ ഇപ്പം മമ്മൂക്ക പടം മഴ നമുക്കൊരു പ്രശ്നമല്ലായിരുന്നു. ബാക്കി കണ്ടിട്ട് പറയാം. ഒരു മാസ് പടമായിട്ടാണ് തോന്നുന്നത്. ബാക്കി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. വൈശാഖിൻ്റെ പടമല്ലേ, വൈശാഖിൻ്റെ ഒരു മാസ് പടം പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു ആക്ഷൻ മാസ് പടമാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ മമ്മൂട്ടിയെ കാണാനാണ് കൂടുതൽ വന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ്, വൈശാഖിൻ്റെ ഡയറക്ഷൻ നല്ല പ്രതീക്ഷയുണ്ട്. ബാക്കി കണ്ടിട്ട് പറയാം. നല്ല മാസ് പടമായിരിക്കും എന്നാണ് പിന്നെ കണ്ടറിയാം. പിന്നെ എന്തു പറയാൻ, പ്രത്യേക ഒരു മാസ് പടം പ്രതീക്ഷയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ഓവർ മസാലപ്പടം അല്ലാത്ത ഒരു തനിനാടൊരു മമ്മൂക്ക ഷോ പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടിട്ടറിയാം ഒരു കോമഡിയൊക്കെ എങ്ങനെ വർക്കൗട്ട് ആവും എന്നൊക്കെ നോക്കാം. എക്സ്പെക്ടേഷൻ നല്ല ഹൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനിയും പടം കണ്ടിട്ടേ ബാക്കി പറയാൻ പറ്റുള്ളൂ. എല്ലാ ട്രെയിലർ കട്ടൊക്കെ നോക്കി ഒരു 350 വട്ടം കണ്ടിട്ടുണ്ട് ട്രെയിലർ. മമ്മൂക്ക ഫാനായിട്ട് ഇത്രയും കാണാൻ പറ്റില്ല. ഇത്രയും പ്രായത്തിൽ ഈ അടിയും ഫൈറ്റും എല്ലാം എടുക്കുന്നുണ്ട്. ഇനിയും ബാക്കി പടം കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. ഫസ്റ്റ് കാണണമെന്നാണ്, ബിക്കോസ് ആരാധനയിലുപരി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു ഭീഷ്മപർവം എക്സ്പീരിയൻസ് ആയിരിക്കും. അതിനെ ബീറ്റ് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ അതിനുണ്ടാണ് സ്റ്റോറി ലൈൻ നന്നായിരിക്കും തോന്നുന്നു. നല്ല പടമായിരിക്കും. മിഥുൻ മാനുവൽ തോമസിൻ്റെ റൈറ്റർ ആയതുകൊണ്ട് ആണ് പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിമുരുകൻ്റെ ആ ഒരു സെറ്റിൽ വരുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. പിന്നെ മമ്മൂക്കയുടെ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു മുണ്ടെടുത്തുള്ള ഒരു ഫൈറ്റ് എന്നൊക്കെ പറയുന്നത് അത് കാണുമ്പോൾ അത് വൈശാഖിൻ്റെ പടത്തിൽ മെയിനായിട്ടുള്ളതാണ്. പുറത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ടുള്ള ഒരു ഫൈറ്റ്, അത് മെയിനായിട്ട് ഫൈറ്റ് കാണാനാണ് വന്നത് മമ്മൂക്കയുടേത്. ബാക്കി നമ്മൾ കണ്ടിട്ട് പറയാം. ഫസ്റ്റ് ഹാഫ് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയും. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ പ്രായമൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഈ പ്രായം എന്ന് പറഞ്ഞാൽ വെറും നമ്പർ മാത്രമാണ്. അതായത് 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ്, അതൊക്കെ വെറും നമ്പരാണ്. മമ്മൂക്ക എന്ത് ചെയ്യുന്നു? മമ്മൂക്കയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മമ്മൂക്കയ്ക്ക് ഡൂപ്പ് വേണമെന്ന് വെച്ച് എന്തുകൊണ്ടാണ്? പ്രായമല്ല അവിടെ മമ്മൂക്ക നോക്കുന്നത്. മമ്മൂക്കയുടെ മനസ്സാണ് അവിടെ എത്തുന്നത്. മനസ്സാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ വന്ന് ചെയ്യുന്നതും അത് നിങ്ങളുടെ മനസ്സാണ്. അതേപോലെ മമ്മൂക്ക എന്നുള്ള ഒരു നമ്മുടെ മഹാനടൻ്റെ ഒരു പടം, അത് പടം കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും പടം കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും. പടം നല്ല രീതിയിൽ നമ്മൾ ആവേശത്തോടെ നിൽക്കുകയാണ്. നമുക്ക് ഇപ്പം മമ്മൂക്ക പടം കണ്ട് മഴ നമുക്കൊരു പ്രശ്നമല്ലായിരുന്നു. എങ്കിലും പടത്തിനെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു എപ്പിസോഡായിട്ട് നമുക്കൊരു ആവേശം അതിപ്പോഴും മാറിയിട്ടില്ല. പിന്നെ നമുക്ക് നല്ലൊരു റിവ്യൂ പടം കഴിഞ്ഞതിന് ശേഷം തരാൻ പറ്റും. നമ്മളിപ്പോൾ മമ്മൂക്ക ആരാധകർ, നമ്മൾ ഫാൻസിനപ്പുറം മമ്മൂള സാധാരണ നോർമൽ ആരാധകരെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാം പടത്തിലുണ്ടാവും എന്നാണ് നമുക്കൊരു പ്രതീക്ഷ. പിന്നെ നമ്മുടെ മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റ്, പിന്നെ വൈശാഖിൻ്റെ മേക്കിംഗ്, പിന്നെ മമ്മൂക്ക, നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം നമുക്കൊരു മാസ് എൻട്രി ആയിട്ട് വരുന്ന ഒരു പടമാണ്. അപ്പം നമുക്ക് അത്രയ്ക്കും നമുക്കൊരു പ്രതീക്ഷ, വാനോളം പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രതീക്ഷകളെല്ലാം അതിനപ്പുറം കടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അത് ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.